ഞാൻ വീഡിയോ എടുക്കുമെന്ന് തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കണ്ടെന്ന് വെച്ച് മാറ്റി വെച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. കാരണം 2 ദിവസം നോമ്പുതുറയൊക്കെ കഴിഞ്ഞ് ആകെ ജോലികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല ടയേർഡാണ്. അപ്പോൾ ഞാൻ ഇന്ന് എടുക്കേണ്ടെന്ന് ലീവ് ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ച് റെസ്റ്റ് എടുക്കുക എന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇന്നൊരു സൽക്കാരമുണ്ട്. അപ്പോൾ 1 തൊട്ട് 3 എന്നാണല്ലോ. അപ്പോൾ നമ്മൾ ബെഞ്ചിരി കഴിഞ്ഞു, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടെയാണ്? മോളൂൻ്റെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇന്ന് സൽക്കാരമൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഞാൻ കരുതി അതൊക്കെ ഒന്ന് കാണിച്ച് ചെറുതായിട്ടൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുലർച്ചെ എഴുന്നേൽക്കുന്നതോ ഫുഡ് കഴിക്കുന്നതോ ആയിട്ടുള്ള വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫുഡ് കഴിച്ച് ഇപ്പോൾ സൗണ്ട് ഉണ്ടില്ല, എനിക്ക് സൗണ്ടൊക്കെ പോയി. അതുപോലെ തൊണ്ടയൊക്കെ നല്ല അതുണ്ട്. എന്താ നമ്മൾ സൽക്കാരമൊക്കെ ആകുമ്പോൾ നമ്മൾ തണുത്ത വെള്ളം ജ്യൂസൊക്കെ കുടിച്ചിട്ട് ആകെ ടയേർഡായി മൊത്തത്തിൽ നിൽക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതാ കിച്ചണൊക്കെ കണ്ടോ അലമ്പായി കിടക്കേണ്ടത്. രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ പുലർച്ചെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒക്കെ ക്ലീൻ ചെയ്ത് കിടക്കാറാണല്ലേ. അപ്പോൾ അതൊന്നും ഇന്ന് നടന്നിട്ടില്ല. എനിക്ക് ഭയങ്കര തലക്കൊക്കെ ഒരു മന്ദപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ കഴിച്ചു, അതുപോലെ അങ്ങോട്ട് കിടന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുമ്പോൾ പോണതൊന്ന് കാണിച്ചു. ആ പാത്രങ്ങൾ കഴുകുന്നത് വരെ ഞാൻ അവിടെ നിങ്ങളെ കാണിച്ച് ഉറപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം ക്ലീനിങ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഐറു ഉറങ്ങിയപ്പോൾ ഞാനും കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങി. അങ്ങനെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് ഇപ്പോൾ ഇത് വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് മോളുൻ്റെ അങ്ങോട്ട് സൽക്കാരത്തിന് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ്. അപ്പോൾ ഇന്ന് രാവിലെ അത് ഐറുവിൻ്റെ ഡ്രസ്സ് ഞാൻ മിന്ത്രയിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പോകുമ്പോൾ അത് ഇടാം അതിന് ഏതെങ്കിലും ഒന്ന് ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് പൊളിക്കുന്ന സമയത്ത് മോൾ പറഞ്ഞു ഞാൻ പൊളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവൾ വാങ്ങി പൊളിക്കണി കാണുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ആ 2 ഡ്രസ്സ്. ഞാൻ ആദ്യം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കുറച്ചൊരു ഒന്നിന് തന്നെ ഒരു 400 രൂപ വരുന്ന ആ റേഞ്ചിലുള്ളതായിരുന്നു കേട്ടോ. അത് ക്ലോത്ത് ഈ ഡ്രസ്സിനെ കാണാൻ ഒന്നും കൂടി ഒരു നല്ലൊരു ക്ലോത്താണ്. ഇപ്പോൾ രണ്ടെണ്ണത്തിന് 250 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നും ഇല്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇടാമല്ലോ. അതായത് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ്. കാരണം അത് നല്ല ക്ലോത്താണ്, സോഫ്റ്റ് ക്ലോത്ത്. ഇപ്പോൾ ഇത് ചൂടൊക്കെ അല്ലേ, ചൂടൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ക്ലോത്തൊന്നും ഇടാൻ കഴിയില്ല. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ലൊരു ടീഷർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഐറൂന് അതിൽ ഭയങ്കര സന്തോഷമായിട്ട് കണ്ടപ്പോൾ നല്ല കൈയിടുണ്ട്. ഞങ്ങളിത് പൊളിക്കുന്നത് ഐറൂൻ്റെ കുപ്പായിയാണെന്നൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തപ്പോൾ ഐറൂന് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ ഇതാണ് 2 ടീഷർട്ടുണ്ട്, അതിലേക്ക് നല്ല യോജിക്കുന്ന 2 ട്രൗസറും ഉണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ ഇട്ടെടുക്കാൻ പറ്റിയ അടിപൊളി ഇതാണ്. ഇപ്പോൾ കയറി നോക്കിയാൽ എല്ലാവർക്കും കാണാൻ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 കൂടി വാങ്ങണമെന്ന് അവന് വിചാരിക്കുന്നുണ്ട്. മക്കൾക്ക് വാങ്ങിയാലേ നല്ല രസമാണല്ലോ. അപ്പോൾ ഞാൻ ഇതിലേതെങ്കിലും ഒന്ന് ഇടാൻ തൽക്കാലം രാത്രിയിലെ ഇപ്പോൾ ഫംഗ്ഷൻ, അപ്പോൾ ഇതിന് പോകുമ്പോൾ ഇടാമെന്ന് കരുതിയിട്ട് നോക്കിയതാണ്. ഇതാണ് കേട്ടോ ഞങ്ങൾ തീരുമാനിച്ചത്. ഈ ഒരു യെല്ലോ വരുന്നത് അത് ഇട്ട് പിള്ളവന് സുന്ദരകുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് കഞ്ഞിയൊക്കെ കൊടുത്തു, ടീഷർട്ടൊക്കെ ഇട്ട് നിക്കറൊക്കെ ഇട്ട് ഒരുക്കി റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ അസർ നിസ്കാരം കഴിഞ്ഞ് വന്നിരിക്കട്ടെ, ഇതുവരെ ഞങ്ങൾ മാറ്റിയിട്ടില്ലേ പോവണ്ടേ എന്നൊക്കെ ചോദിച്ച് മൂപ്പര് നല്ല കലിപ്പിലാണ് കേട്ടോ. കാരണം നമ്മൾ നോമ്പ് തുറക്കാൻ പോവല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ പോവേണ്ട, ഒന്നില്ലെങ്കിൽ അവിടെ 6 മണിയാകുമ്പോഴേക്കും എത്തണ്ട. ഇവിടുന്ന് 1 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഒരുങ്ങിയിട്ട് അങ്ങോട്ട് ആവുന്നില്ല. അപ്പോൾ ഐറൂന് ആദ്യം ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടോ, പിന്നെ അവൻ അപ്പിട്ട് പിന്നെയൊക്കെ കഴിച്ച് പിന്നെയും റെഡിയാക്കിയതാ ഈ ഒരു അവസ്ഥയിൽ നിർത്തിയിട്ടുണ്ട്. അവനാണെങ്കിൽ നിൽക്കുന്നേ ഇല്ല, പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പം അടങ്ങി നിൽക്കുന്ന പ്രായമൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പം ഇങ്ങനെ പൊട്ടിത്തെറി പ്രായം കേട്ടോ. അപ്പം പിന്നെ അതുമാത്രമല്ല, മോളും ഇന്ന് അവിടെ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇന്ന് അവളുടെ ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ട് ഇന്നായി നിങ്ങോട്ട് പോര്, ഇനിയിപ്പോൾ പിന്നെ പോവാൻ 2 ദിവസം നിൽക്കാനെന്ന്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ വന്നിട്ട് 2 ദിവസമായിട്ടുള്ള അവൾ ആ 2 ദിവസം ഇവിടെ ഭയങ്കര പരിപാടിയായിരുന്നല്ലോ, നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവൾക്ക് ആ ഫ്രീ ആയിട്ടുള്ള നിൽക്കാനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ അവൾക്കൊരു ചെറിയൊരു സങ്കടം ഉണ്ട്. എന്നാലും മോളുടെ ഹസ്ബൻഡ് പറഞ്ഞു വരും, ഇനിയിപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടി പോയിക്കൊണ്ട് നിൽക്കാൻ, ഇപ്പോൾ എന്നാലും ഇപ്പച്ചിൻ്റെ ഇമ്മച്ചിൻ്റെ ഇപ്പോൾ പോരെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളെല്ലാം റെഡിയായി പോവാണ് കേട്ടോ. കുറേ അലക്കാൻ ഞാൻ പറഞ്ഞില്ലേ, ടൂറൊക്കെ കഴിഞ്ഞിട്ട് അലക്കാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണക്കി അതൊക്കെ പാക്ക് ചെയ്ത് പെട്ടിയൊക്കെ കാറിൻ്റെ ഡിക്കിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിലൊക്കെ റെഡിയായി വന്നപ്പോഴേക്കും നല്ല ടൈം എടുത്തതാണ് കേട്ടോ. അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ ടൈം വൈകിയതല്ല. അങ്ങനെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങുമ്പോൾ ഒരു 5:15 ആയിട്ടുണ്ട് കേട്ടോ സമയം. നോമ്പ് തുറക്കുക പോവുക എന്നുള്ള ബോധമൊന്നും നമുക്കില്ല. അങ്ങനെ ഞാൻ ഐറിഷൊക്കെ മുടിയൊക്കെ വാർന്ന്
സുന്ദരകുട്ടപ്പനായിട്ടുണ്ട്. ഐറൂസിൻ്റെ മുടി നന്നായിട്ട് വലുതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ വെട്ടാൻ എനിക്ക് തോന്നുന്നു അവൻ്റെ ഇപ്പച്ചിൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ പെരുന്നാൾക്കായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവന് പെരുന്നാൾക്ക് സുന്ദരകുട്ടപ്പന്മാരാണ്ടേ. അപ്പോൾ പിന്നെ അത് മാത്രമല്ല അവർ മുടി കട്ട് ചെയ്യുന്നൊരു സ്ഥിരം കട്ട് ചെയ്യുന്ന സ്ഥലം കാര്യം കേട്ട് നമുക്കിവിടെ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാമെന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഒരു ബ്യൂട്ടി പാർലർ കാര്യമെല്ലാം അവൻ്റെ ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. അവനും അവൻ്റെ അപ്പച്ചിയൊക്കെ മുടി വെട്ടുന്നത്. അപ്പോൾ അവിടെ പോയിട്ടായിരിക്കും വെട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് വലുതായിട്ട് ഞാനൊരു വിധം എന്താ ചീർപ്പുകൊണ്ട് ഇങ്ങനെ വാർന്ന് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. ഇപ്പോൾ മുടി മേലേക്ക് വികൃതി കൂടുതലായതുകൊണ്ടാവാം മുടി മേലേക്കാണ് കേട്ടോ വളരുന്നത്. ഇങ്ങനെ പൊന്തി നിൽക്കും. ഏതായാലും ഞങ്ങൾ ഒരുവിധം ഒരു 5:15 ആയപ്പോഴേക്കിന് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ പറയാം, അവിടെ ഇപ്പോൾ ഫംഗ്ഷൻ എന്താ വെച്ചാൽ അവിടുത്തെ ഉമ്മാൻ്റെ ആണ്ടാണ് കേട്ടോ. മരിച്ചിട്ട് എത്ര വർഷമായെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ അതായത് മോളൂൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ ആണ്ടാണ് കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ തറവാട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് അങ്ങനെ സൽക്കാരമൊക്കെ കേട്ടോ അവിടെ. അപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അവിടെ അടുത്ത് തന്നെയാണ് മോളൂൻ്റെ വീടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പിന്നെ ഇന്നിപ്പോൾ അവിടെ എത്തിയിട്ട് പിന്നെ ഇങ്ങോട്ട് വരെ തിരിച്ചു പോരുക എന്ന് പറയുമ്പോൾ അതൊരു ഇതുമില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. ഒരു മണിക്കൂർ കഷ്ടിച്ച് യാത്ര. അറിയാലോ, നമ്മളെ വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം മോളുടെ വീട് ഇവിടെ കൊണ്ടോട്ടിയാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഈ പോകുന്നത് കേട്ടോ. ഐറൂസിനാണെങ്കിൽ വണ്ടി കയറിയപ്പം തുടങ്ങിയതാണ് കേട്ടോ ഉറക്കം. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവനങ്ങ് ടാറ്റ തരുട്ടോ. ഇപ്പോൾ ഫോണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ അപ്പോൾ ടാറ്റയാണ് തരുന്നത് കേട്ടോ. അങ്ങനെ അത് മുൻ സീറ്റിൽ അവൻ ഇരിക്കുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് ഇരിക്കണത് കേട്ടോ. പിന്നെ അവൻ എൻ്റെ അടുത്ത് ഇരിക്കണതാണ് എനിക്കും ഇഷ്ടം. അതുകൊണ്ട് ഞാൻ അവനെ പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ചെറുപ്പം മുതൽ ഇവിടെ പിടിച്ചിരുത്തിയാണ് കേട്ടോ ഞാൻ കൊണ്ട് പോവാറുള്ളത്. പിന്നെ നമ്മുടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ വെയിറ്റ് നോക്കിയോ ചോദിക്കുന്ന ഒരുപാട് കമൻ്റ് ഉണ്ട് കേട്ടോ. സോറി, ഞാൻ നോക്കൂല. കാരണം 2 ദിവസമായിട്ട് നോമ്പ് തുറയല്ലേ. കാരണം മഞ്ചേരി ആയപ്പോഴും ഞാൻ അത്യാവശ്യം മഞ്ചേരി പോയപ്പോൾ ഞാൻ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ ജ്യൂസൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെ തരിയോ അങ്ങനെ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടുന്ന് ഒരു സമൂസയും പിന്നെ കുറച്ച് റൈസും അങ്ങനെയൊക്കെ കഴിച്ച് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പ് തുറ ആയാലും നമ്മളെ എന്താ പറയുക കൺട്രോൾ ഇല്ലാതെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിറ്റേന്ന് ഇവിടെ നോമ്പ് സൽക്കാരാകുമ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് നല്ല ജോലി ഉണ്ടാവില്ല. ജോലി തിരക്കും എന്താ പറയുക ഒട്ടപ്പാച്ചിലും കാരണം നോമ്പ് തുറക്കാൻ നേരത്തെ നല്ല ക്ഷീണം, നല്ല ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അത്യാവശ്യം കഴിച്ചു. അതായത് നമ്മൾ അങ്ങോട്ട് ഓടിപ്പായിരിക്കും എല്ലാവർക്കും ഇങ്ങനെ ഫുഡ് ഇങ്ങനെ എടുത്ത് കൊടുക്കേണ്ട തിരക്കിൽ നമ്മൾ ദാഹിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം, അതായത് ജ്യൂസൊക്കെ കാണുമ്പോൾ അത് കുടിച്ചു. അതേപോലെ പിന്നെ സ്നാക്സൊക്കെ അവിടെ ഇങ്ങനെ മേശമേൽ അവിടെ ഇവിടെ കുറേ ഡൈനിങ് ഹാളിൽ കുറേ പിന്നെ ടേബിൾ മേൽ കുറേ കിച്ചണിലൊക്കെ ഇങ്ങനെ വെച്ചതുകൊണ്ട് തന്നെ അതൊക്കെ കൂടെ അങ്ങനെ മിക്സായി കിടക്കും. അപ്പോൾ അവിടെ ഇവിടെ കാണുന്നതൊക്കെ ഇങ്ങനെ കഴിച്ച് നടക്കായിരുന്നു കേട്ടോ. ഒരു ഇതും എന്തെങ്കിലും എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം കഴിക്കുമ്പോൾ നല്ല വിഷമമുണ്ട്. എന്നിട്ട് കാരണം നമ്മൾ ഈ ഫുഡ് ഇങ്ങനെ മുന്നിലിങ്ങനെ കാണുമ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നു. ഒരു കൺട്രോൾ നമ്മുടെ വീട്ടിൽ നോമ്പ് തുറയായപ്പോൾ ഒരു കൺട്രോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് മുതൽ നല്ല സ്ട്രിക്റ്റായിട്ട് നിൽക്കണം എന്നൊക്കെ കരുതി ജസ്റ്റ് വെയിറ്റ് മെഷീനിലൊക്കെ കയറി നോക്കിയപ്പോൾ ഞാൻ ഞെട്ടി ഇറങ്ങിപ്പോയിട്ടു. ഞാൻ എന്തായാലും അത് കാണിക്കും. എനിക്ക് നമ്മൾ എന്താ പറയുക മധുരം കഴിച്ചതുകൊണ്ട്. പിന്നെ ഞാൻ പറയില്ല, മോളും ഹസ്ബൻഡ് അവരൊക്കെ അവിടെ പോയിരുന്നല്ലോ, ഡൽഹി പോയിരുന്നല്ലോ. അവിടെ പോയപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പീസ് കഴിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ നോമ്പ് സൽക്കാരപ്പോൾ ഐസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കഴിച്ചു. അതാണ് ഈ തൊണ്ടൊക്കെ ഇങ്ങനെ സൗണ്ടൊക്കെ പോകാൻ കാരണം. അങ്ങനെ ഒക്കെ കൂടെ പറയുകയാണെങ്കിലും നന്നായിട്ട് വെയിറ്റ് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി നമ്മൾ പഴയ വെയിറ്റ്, അതായത് 97 എത്തിയിട്ട് ഞാൻ ഇനി നിങ്ങൾക്ക് വെയിറ്റ് കാണിക്കുള്ളൂ. എനിക്ക് ഭയങ്കര സങ്കടം, ഞാൻ തന്നെ ടെൻഷനായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഞാൻ എത്ര വെയിറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരില്ല എന്ന് ഞാൻ വിചാരിച്ചതാണ് കേട്ടോ. ഞാൻ നോക്കൂല. ഞാൻ എന്തായാലും വെയിറ്റ് ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി നോക്കുള്ളൂ. ഇന്നലെ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു, ഇനി ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടേ നോക്കുള്ളൂ എന്നുള്ള പ്ലാനിലാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടെ എത്തി, നോമ്പ് തുറന്നു. നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും വരുന്നത് വീഡിയോയിൽ. അപ്പോൾ എന്താ പറയുക, അവിടെ നിന്ന് നമുക്ക് അധികം അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ അതും കാര്യങ്ങൾ ഉസ്താദുമാരും ഒരുപാട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് ഞാൻ അധികം ഡീപ്പായിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ നോമ്പ് തുറക്കാൻ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. കാരക്ക, പിന്നെ ഫ്രൂട്ട്സ് ആയിട്ട് എല്ലാ ഐറ്റംസും, എല്ലാ സൈസ് വത്തക്ക, മഞ്ഞ വത്തക്ക, ചുവപ്പ് വത്തക്ക, പിന്നെ പൈനാപ്പിൾ, ഓറഞ്ച്, മുന്തിരി, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ സ്നാക്സ് ആയിട്ട് കട്ട്ലറ്റ്, സമൂസ,
സ്നാക്സായിട്ട് ഈ 2 ഐറ്റംസ് ആട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ബിരിയാണി, പൊറാട്ട, പത്തിരി, നൂൽപുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിച്ചത് ഒരു സമൂസയും ഒരു കട്ട്ലറ്റും പിന്നെ വെള്ളം കുടിച്ചു. മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നു, അത് കുടിച്ചു. പിന്നെ ഞാൻ ഇത്തിരി ചോറും കഴിച്ചിട്ടാണ് ഞങ്ങളതൊക്കെ കഴിച്ചതാ. ഞങ്ങൾ മോളൂൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തി എന്താ പറയുക, കുറച്ച് നേരം മോളൂൻ്റെ ഒപ്പം ഇരിക്കാമെന്ന് കരുതി ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. പിന്നെ എന്താ പറയുക, അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ എന്നും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് നമ്മൾ. അത് പിന്നെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, നമ്മൾ അവിടെ ഒരു വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോവല്ലേ. നോമ്പ് തുറക്കുന്ന ആ ഒരു സംഭവം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്ര പ്രശ്നം. കാരണം നമ്മൾ അത്രയും നേരം പട്ടിണി കിടന്ന് വരുമ്പോൾ നമുക്ക് വിശക്കണതുകൊണ്ട് എന്തായാലും റൈസൊക്കെ അല്ലേ അവിടെ ഉണ്ടാവുള്ളൂ, അത് കഴിക്കണം. അതായത് ഒരുപാട് കഴിച്ചു എന്നല്ല, ഞാൻ റൈസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ അതേപോലെ തന്നെ ഷുഗറും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവങ്ങളൊന്നും ഇപ്പോൾ 2-3 ദിവസമായിട്ട് നടക്കുന്നില്ല. നമ്മളിപ്പോൾ ഏതൊരു ഡയറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അത് തെറ്റിക്കുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് കൂടുമല്ലോ, അതായിരിക്കും. അതിൽ ചോക്ലേറ്റും കഴിച്ചു, ഐസ്ക്രീം അങ്ങനെയുള്ള സംഭവങ്ങൾ കഴിച്ചു. ഒക്കെ കൂടെ ഏതായാലും ആകെ കലബലാബിയായി കിടക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു 10 ദിവസം കൊണ്ട് കുറച്ച് വെയിറ്റ് ഇപ്പോൾ കൂടി കിടക്കുകയാണ് മക്കളെ. ഇനി അതുപോലെ തന്നെ കുറച്ച് നമുക്ക് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇന്ന് മുതൽ ഇപ്പോൾ ഈ വോയിസ് കൊടുക്കുന്ന ഈ ഒരു ദിവസം മുതൽ ഞാൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഏതായാലും നമ്മുടെ പഴയ വെയിറ്റ്, അതായത് 97 ആയിട്ട് ഞാനിനി വെയിറ്റ് കാണിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഞങ്ങൾ മോളൂൻ്റെ വീട്ടിൽ കുറച്ച് താഴത്ത് തന്നെ ഇരുന്നു. പിന്നെ ഞങ്ങൾ മോൾക്ക് പോയി കുറച്ച് നേരം അവളെ വീട്ടിൽ കുറച്ച് ടി വി ഒക്കെ കണ്ടിരിക്കാമെന്ന് കരുതി. മോളിൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ അവനെ കണ്ടിട്ടാണ് പോകാൻ കരുതി. അവനവിടെ ഫംഗ്ഷൻ്റെ അവിടെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് കരുതി ഇങ്ങനെ കാത്തുക്കാണ്. എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്, തറാവിക്കും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ദേഷ്യമുണ്ട്, ഒക്കെ കൂടെ ഉണ്ട് മൂപ്പർക്ക്. അപ്പം ഏതായാലും ഇപ്പോൾ ഇങ്ങനെ പരിപാടിക്ക് പോരുമ്പോൾ പിന്നെ എങ്ങനെയാണല്ലോ തറാവിക്ക് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂപ്പരങ്ങനെ കാത്ത് നിൽക്കാൻ കേട്ടോ. മോളുടെ ഹസ്ബൻഡിനെ കണ്ടിട്ടാണ് പോകാമെന്ന് കരുതി. ഞാനതാ കുറച്ച് നേരം അവിടെ ഇങ്ങനെ കിടന്നു. ഐറൂസ് ഇതാ ഇവിടെ സൈക്കിളും ഇവിടെ കുറേ 2 ദിവസമായില്ലേ ഇവിടുന്ന് പോയിട്ട്. അപ്പോൾ അവൻ വന്നപ്പോൾ അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടപ്പോൾ അവന് ഭയങ്കര ത്രില്ലായി. അവന് ഒരുപാട് ബർത്ത്ഡേക്ക് കിട്ടിയ കുഞ്ഞു വണ്ടി ഉണ്ടല്ലോ, അതുപോലൊക്കെ ഇങ്ങനെ കയറി. പിന്നെ ഇതൊക്കെ വീണ്ടും ഇങ്ങനെ കയറി. ഇത് എൻ്റെ അമ്മ വാങ്ങിക്കൊടുത്ത വണ്ടിയാണ് കേട്ടോ. അപ്പം അവൻ അതിമ്മ കയറിയിരുന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. മറ്റേ ജീപ്പും കാര്യങ്ങളൊക്കെ അവൻ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉമ്മാക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തതാട്ടോ. അമ്മ എപ്പോഴും പറയും, ആ വണ്ടിമേൽ അവൻ കയറുന്നില്ലേ, ഞാൻ വാങ്ങിക്കൊടുത്ത കുതിരമേൽ അവൻ കയറുന്നില്ലേ എന്ന് ഉമ്മ അങ്ങ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഉമ്മ കണ്ടോട്ടെ, അമ്മക്ക് സന്തോഷമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മോളുൻ്റെ ഹസ്ബൻഡ് വന്ന് അങ്ങനെ ഞങ്ങളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഐറൂസിനെയും കൊണ്ട് മോള് ഉള്ളിലേക്ക് പാഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോകണ കണ്ടിട്ട് കരയാൻ നിൽക്കണ കണ്ടപ്പോൾ വേഗം മോളും അവനെയും കൊണ്ട് പോയി. പിന്നെ മോളിൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ, ഞങ്ങളെ പറഞ്ഞേക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളിതാ അവിടെ നിന്ന് ഇറങ്ങി ഏകദേശം വീട്ടിലെത്തിയപ്പോൾ നല്ല ലേറ്റായിട്ട്, നല്ല ക്ഷീണമുണ്ട്. എന്താ പറയുക, ഫസ്റ്റിൽ നോമ്പ് നോക്കുന്ന ആ ഒരു സംഭവമല്ല ഇപ്പോൾ നമ്മൾ നല്ല ടയർഡായി ഇങ്ങനെ വരുന്നുണ്ട്. ആദ്യത്തെ 10 കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തിയപ്പം 11 മണി വന്ന പാഴേതാ നീനുട്ടി സോഫയിൽ കയറി ഇരിപ്പുണ്ട്. ഇതുമാണ് നേരെ കിച്ചണിക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്നറിയാം, പോരുന്ന വഴിക്ക് മോളൂൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ ഒരു ഐസ്ക്രീം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്ന പാടെ അവൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ഓടിപ്പോയതാട്ടോ. വലിയ ഫാമിലി പാക്ക് ഐസ്ക്രീമാണ്. നോമ്പ് തുറക്കുന്ന അന്ന് വാങ്ങിയ ഐസ് തന്നെ ഇതുവരെ ഫ്രിഡ്ജിൽ നിന്ന് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഞാൻ ഇടയ്ക്ക് കഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ തൊണ്ടയൊക്കെ ഇങ്ങനെ പണി കിട്ടി. ഇപ്പോൾ വോയിസ് കൊടുക്കാൻ വരെ വയ്യ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എങ്കിലും ഇടാമെന്ന് കരുതി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ലേശം ആ ഒരു സ്പൂണാണ് ഇപ്പോൾ ഈ കഴിച്ചത് കണ്ടില്ലേ, അത് ലേശം കഴിച്ചു കേട്ടോ. കാരണം നമ്മൾ നാളെ മുതൽ ഡയറ്റ് തുടങ്ങുകയാണല്ലോ എന്നുള്ള ഒരു സംഭവത്തിലാണ് ഞാനിത് ഇത്തിരി കഴിച്ചത്. അങ്ങനെ ഇതുമോ അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരുപാട് പണികളുണ്ട്. കാരണം നമ്മളിന്നിവിടെ ഫുഡ് നോമ്പ് തുറക്കാനൊന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് നമുക്ക് പുലർച്ചെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ട് വേണം കിടക്കാനായിട്ട്. സമയമാണെങ്കിൽ ഇപ്പോൾ തന്നെ 11 മണിയായി. എന്നാലും നമ്മൾ നേരെ വെള്ളം വെച്ചിട്ടുണ്ട്, ചോറ് വെക്കാമെന്ന് കരുതി. വേറെ അതും ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്നതിനേക്കാൾ നല്ലത് ചോറ് അങ്ങോട്ട് വെക്കട്ടെ എന്ന് കരുതി ചോറ് അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. വേഗം അരിയൊക്കെ കഴുകി
നന്നായിട്ട് കഴുകി നമ്മൾ അരി ഇടുകയാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം ചോറ് വെക്കുകയാണെങ്കിൽ നല്ല താളിപ്പാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ തക്കാളി ഇട്ടിട്ട് താളിക്കാൻ മുരിങ്ങ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി മുരിങ്ങ ഒടിക്കണത് നല്ലതല്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തക്കാളി താളിക്കാമെന്ന് കരുതി. അപ്പം അത് താളിപ്പുണ്ടാക്കി. പിന്നെ ഇന്നലെ മോള് വന്നതുകൊണ്ട് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അധികം അങ്ങോട്ട് വീഡിയോ എടുക്കാത്തത് കൊണ്ടാണ് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വെയ്യാഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കാത്തതുകൊണ്ടായിരുന്നു. അപ്പോൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മീൻ ഞാൻ മസാലയൊക്കെ തേച്ച് അവൾക്ക് പുലർച്ചെ ഞാനത് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റവർക്കൊന്നും അത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവരൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ച് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. അപ്പോൾ അത് പൊരിക്കാൻ പുലർച്ചെ എൻ്റെ ഹസ്ബൻഡിനെന്നും കരുതി അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ കുക്കറൊക്കെ എന്താ വെച്ചാൽ ഐറൂസിൻ്റെ കഞ്ഞി വെച്ച കുക്കറും കാര്യങ്ങളൊക്കെയാണ്. അവനങ്ങനെ കഞ്ഞി കൊടുത്ത് പോയി എന്നുള്ള വീട്ടിലേക്ക് വന്നപ്പോൾ ഭയങ്കര സങ്കടം കേട്ടോ. ഐറൂനെ അങ്ങനെ മിസ് ചെയ്യുക. കാരണം ആകെ 2 ദിവസമല്ലേ നിന്നിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് നല്ലോണം ഉണ്ട്. ഇപ്രാവശ്യം ഭയങ്കര ഒരു നല്ല സങ്കടം, നന്നായിട്ട് സങ്കടം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് അരി അടുപ്പത്തിട്ടിട്ട് ഞാൻ മേലെഴുകാനും മുഖം കഴുകാൻ പല്ല് തേക്കാൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറ് വന്ന് സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതാ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്താ പറയുക പോകുന്നുണ്ടല്ലേ, ഒരു സുഖമല്ല ഇന്ന്. എന്തായാലും ഇന്നിപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോറ് സെറ്റാക്കി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ രാവിലെ പുലർച്ചെ എഴുന്നേറ്റിട്ട് വേണം നമുക്ക് ഒക്കെ ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ അപ്പോഴാണ് താളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്, മീൻ വറുക്കണതൊക്കെ കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് സെറ്റാക്കി ഊറ്റി വെച്ച് ഇനി നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പരിപാടി. അപ്പോൾ വെയിറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി വെയിറ്റ് കാണിക്കുള്ളൂ. അതുവരെ സ്ട്രിക്റ്റായിട്ട് നല്ല രീതിയിൽ ഡയറ്റ് ചെയ്യാമെന്നാണ് പ്ലാന്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പോയ വെയിറ്റൊക്കെ ആ ഒരു നോമ്പിന് നമ്മൾ പോയില്ല, ആ വെയിറ്റൊക്കെ ഇപ്പോൾ കൂടിയിട്ടുണ്ട്. അപ്പം എന്തായാലും പോട്ടെ, കൂടാൻ എളുപ്പമാണല്ലോ, കുറയാനാണല്ലോ അല്ലേ പണി. അങ്ങനെ ഇപ്പോൾ എല്ലാവരും നീനുട്ടി മേലേക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ സമയം കണ്ടോ 12 മണി. നമുക്ക് 4 മണിക്ക് എഴുന്നേൽക്കാനുള്ളതാണ്. എന്നാൽ ഞാൻ കിടക്കട്ടെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏതായാലും ബൈ ബൈ.